സി ജയചന്ദ്രൻ, ഒരുപക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഏത് ഉപതെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെടുന്നത് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാകും. ഒന്നുകിൽ ആ മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ നോക്കൂ, തുടക്കം മുതൽ ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു UDF, ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ. എവിടെ OLX-ൽ കൊടുക്കൂ, LDF-ൻ്റെ സ്ഥാനാർത്ഥിയെ കാണുന്നില്ലല്ലോ. പിന്നീട് നുണകളുടെ ഒരു പെരുമഴയായിരുന്നു. അതിലാദ്യം തുടങ്ങുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എടുത്തു വെച്ച് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ അപമാനിച്ചു മുഖ്യമന്ത്രി. അത് ചർച്ചയിലേക്ക് വന്നപ്പോൾ ആരാണ് മലപ്പുറം ജില്ലയ്ക്ക് അതിൽ നിലകൊണ്ടത് എന്ന ചോദ്യങ്ങളിലേക്കും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും വരികയുണ്ടായി. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ ഉന്നയിച്ച ആ പ്രസ്താവന, 62 ലക്ഷം പേരെ അപമാനിക്കുന്ന ആ പ്രസ്താവന, അത് വന്നപ്പോഴാണ് വലിയ അർത്ഥത്തിൽ കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടത് ആരാണ് കൃത്യമായി പെൻഷൻ കൊടുക്കുന്നത്, ആരാണ് കുടിശ്ശിക വരുത്തിയത്, ആരാണ് ഇതിനെതിരായി നിന്നത്, ഈ ജനങ്ങളാകെ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് 15 വയസ്സുകാരൻ അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വലിയ കോലാഹലങ്ങൾ. അതിൽ ചാമക്കാലയിൽ തുടങ്ങി ഏറ്റവും ഒടുവിലായി ഇന്ന് പ്രിയങ്ക ഗാന്ധി വരെ നുണകൾ പടച്ചുവിടുകയായിരുന്നില്ലേ? ഏതെങ്കിലും വിഷയം അവർക്കുണ്ടായിരുന്നു? ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ താങ്കൾക്ക് വിലയിരുത്താൻ കഴിയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഇനി 3-ാം ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും ശ്രീ M. ജയചന്ദ്രൻ? സുജു, ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ പ്രിയ സുഹൃത്ത് ശ്രീ സേനാപതി വേണു പറഞ്ഞ ഈ പെൻഷൻ വിഷയത്തിൽ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു 2 മിനിറ്റ് കൊണ്ട് പറയണം. അതിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 2015 ജൂലൈ 2-ന് നിയമസഭാ സമ്മേളനത്തിൽ അന്ന് ആലപ്പുഴ MLA ആയിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് ചോദ്യം നമ്പർ 322 പെൻഷൻ കുടിശ്ശികയെ സംബന്ധിച്ചാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുനീറിനോടാണ് ചോദിക്കുന്നത്. അദ്ദേഹമാണല്ലോ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, പെൻഷൻ്റെ ചുമതലയും. അപ്പം മുനീർ പറയുന്നു 8 മുതൽ 10 മാസം വരെ കുടിശ്ശികയുണ്ടെന്ന് ജൂലൈ 2, 2015 പറയുന്നു. ഒന്ന് കുറിച്ചാണ് വേണമെങ്കിൽ ശ്രീ സേനാപതി വേണുവിന് അദ്ദേഹത്തോട് പറയുന്നത്. തൊട്ടടുത്ത വർഷം ഫെബ്രുവരി 2016, ഫെബ്രുവരി 16, 2016, അതായത് ഇലക്ഷനിലേക്ക് പോകുന്നതിനുള്ള മാസങ്ങൾക്ക് മുമ്പുള്ള സമയത്താണ്. അന്ന് അസംബ്ലി കൂടുമ്പോൾ അന്ന് MLA ആയിരുന്ന KK ജയചന്ദ്രൻ്റെ, ഉടുമ്പൻചോല MLA ആയിരുന്ന KK ജയചന്ദ്രൻ്റെ ചോദ്യത്തിന് MK മുനീറിൻ്റെ തന്നെ മറുപടി, പെൻഷൻ കുടിശ്ശിക എത്രയുണ്ട് നിലവിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ തൊട്ട് തലേവർഷത്തെ ഞാൻ പറഞ്ഞല്ലോ, തോമസ് ഐസക്കിൻ്റെ ചോദ്യത്തിലുള്ള മറുപടി 8 മുതൽ 10 വരെ മാസം കുടിശ്ശികയുണ്ട്. അടുത്ത വർഷം ചോദിക്കുകയാണ്, KK ജയചന്ദ്രൻ ചോദിച്ചപ്പോൾ പെൻഷൻ കുടിശ്ശികയുടെ തുക പറയുകയാണ്. എത്രയാണെന്നറിയാമോ? 1397.70 കോടി രൂപ. 1397.70 കോടി രൂപ പെൻഷൻ കുടിശ്ശികയുണ്ട് എന്ന് പറയുന്നത് ഡോക്ടർ MK മുനീർ. തീയതി ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ഫെബ്രുവരി 16, 2016. ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ 2015 ഡിസംബർ 23 ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താന് ഇനി മുതൽ തൻ്റെ ശമ്പളം വാങ്ങുന്നത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടേ വാങ്ങൂ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ക്യാബിനറ്റ് ബ്രീഫിങ്ങിലാണ് പറയുന്നത് കേട്ടോ. തീയതി 2015 ഡിസംബർ 23. ഇതൊക്കെ രേഖകളാണ് ശ്രീ സേനാപതി വേണു. ഇത് നിയമസഭാ രേഖകളാണ് മുമ്പേ പറഞ്ഞത്. ഇപ്പോൾ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൻ്റെ രേഖകൾ എവിടെയും തപ്പിയാൽ കിട്ടുമല്ലോ. അത് ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, പക്ഷേ അത് പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അത് വിടുന്നു. അപ്പോൾ എത്രയാണ് കുടിശ്ശിക എന്നുള്ളതിൻ്റെ തുക വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ മുനീർ. ഐസക്കിൻ്റെ ചോദ്യത്തിന് 8 മുതൽ 10 വരെ മാസം എന്നുള്ള അതും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുന്നു. പിന്നെ താങ്കളൊരു കാര്യം പറഞ്ഞല്ലോ, ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഔദാര്യമാണ്, അപ്പോൾ അവകാശമാണെന്ന് പറഞ്ഞ് എന്നോടാണ് പറഞ്ഞത്. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് താങ്കൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഗവൺമെൻറ് എന്താണ് പറഞ്ഞത്? മറിയക്കുട്ടി ഹൈക്കോടതി ചെന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഏതാ? പെൻഷൻ കിട്ടുക എന്നുള്ളത് അവകാശമാണ്, അതുകൊണ്ട് അത് എല്ലാ മാസവും 1-ാം തീയതി തരാൻ നിയമപരമായി ഹൈക്കോടതി ഉത്തരവിടണം എന്നാണ് മറിയക്കുട്ടിയും അന്നക്കുട്ടിയും കൂടെ പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്താണ് അഡ്വക്കേറ്റ് ജനറൽ എന്താണ് പറഞ്ഞത്? അങ്ങനെയല്ല, ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല. എന്തുകൊണ്ടല്ലാത്തത്? ഇവർ ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരല്ലല്ലോ, നമുക്കെല്ലാം അറിയാം. അതൊരു വെൽഫെയർ മെഷറാണ്, വെൽഫെയർ പെൻഷനാണ് കൊടുക്കുന്നത്, ക്ഷേമ പെൻഷനാണ്.
ആ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അങ്ങനെയുള്ളത് താങ്കളും സമ്മതിക്കുമല്ലോ, അത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമല്ലല്ലോ. ഇത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഇതാണ് ഗവൺമെൻറ് ഹൈക്കോടതി പറഞ്ഞത്, ഹൈക്കോടതി അംഗീകരിച്ചതും നമ്മൾ കണ്ടതല്ലേ അത്. എന്നിട്ട് വീണ്ടും താങ്കൾ ചർച്ചയിൽ വന്നിരുന്ന് ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന ഒരു ഗവൺമെൻറ്റിനെ, കേരള സർക്കാരിനെ അപമാനിക്കാൻ നോക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരിയെയോ അല്ലെങ്കിൽ നേതാക്കളെ അപമാനിക്കുന്നതാണല്ല, ഒരു സർക്കാരിനെ അപമാനിക്കാൻ നോക്കുന്നത്. ഹൈക്കോടതിയിൽ സർക്കാർ അങ്ങനെ പറഞ്ഞില്ലേ എന്നാണ് താങ്കൾ നിർദ്ദയമായി കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ നിർദ്ദയമായി പറയുമ്പോൾ അങ്ങനെയല്ല വസ്തുത എന്നുള്ളത് നമുക്കറിയാവുന്നിരിക്കെ അത് പറയാതിരിക്കുന്നത് മര്യാദയല്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞത്. സിജു ചോദ്യത്തിലേക്ക് വന്നാൽ, ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ സിജു, എന്തൊക്കെയായിരുന്നു നേരത്തെ നിലമ്പൂർ ഇലക്ഷന് മുമ്പ് നമ്മൾ കേട്ടത്? ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിനെതിരെ ഈ നിരന്തര വിചാരണയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്, ഈ ഇലക്ഷൻ തീരുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇറങ്ങിയത്. എന്നിട്ട് പിന്നീടുള്ള നാളുകളിൽ എന്താണ് നിലമ്പൂരും കേരളവും കണ്ടത്? വിഷയദാരിദ്ര്യം എന്നുള്ളതല്ലാതെ, UDFന് വിഷയദാരിദ്ര്യം എന്നുള്ളതല്ലാതെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയത്തിൽ അവർ ഈ പറഞ്ഞതുപോലെ പിണറായി സർക്കാരിനെ, LDF സർക്കാരിനെ വിചാരണ ചെയ്യാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞോ? ഇതുപോലുള്ള ഈ വിദണ്ഡവാദങ്ങളാണ്, ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള കൈക്കൂലി പോലുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള വിദണ്ഡവാദങ്ങളാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ചീട്ടുകെട്ടാലും പോലെ തകർന്നു വീഴുകയാണല്ലോ സംഭവിക്കുന്നത്. എന്താണ് അപ്പം അവരുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ മറ്റേ അനന്തുവിൻ്റെ മരണം, അതാണല്ലോ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത്. എത്ര കഷ്ടമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് ആ ബഹുമാന്യ MP. അവരെ കുറിപ്പടി കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. മരണം അത് സർക്കാരിൻ്റെ അനാസ്ഥയാണ് എന്ന് എഴുതി കൊടുത്താൽ അവരതല്ലേ പറയൂ. അങ്ങനെ പറഞ്ഞ് നിലമ്പൂരിലെ ജനങ്ങളെയാണ് നിങ്ങൾ ആ തരത്തിൽ വഴിതെറ്റിക്കാൻ നോക്കുന്നത്, പ്രിയങ്ക ഗാന്ധിയെ വഴിതെറ്റിക്കുന്നതിലൂടെ. പക്ഷെ വഴിതെറ്റില്ല എന്താണെന്നുള്ളത് 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലായല്ലോ. സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് ആദ്യം ജ്യോതികുമാർ ചാമക്കാലയും പിന്നീട് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയും ചാനലുകളുടെ മുമ്പിൽ നിന്ന് ഗർജിക്കുന്നത് എല്ലാവരും കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ. പക്ഷേ എന്താണ് പിന്നീട് അത് ഏറ്റെടുക്കാഞ്ഞത്? ആ സംഭവം അവർ പറഞ്ഞത് ശുദ്ധ നുണയാണെന്നും എന്ന് മാത്രമല്ല അത് ഫോഷ്കാണെന്നും അവിടുത്തെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ പരിപ്പ് അവിടെ വേവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അതങ്ങ് വാങ്ങിവെച്ചു, പിന്നെ മിണ്ടാനില്ലാതായി. എന്നിട്ടാണ് താങ്കൾ വീണ്ടും വേണുഗോപാലിൻ്റെ ഈ കാപട്യത്തിനെ ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ന്യായീകരിക്കാൻ ബന്ധപ്പെടുന്നത്. ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ സിജു ചൂണ്ടിക്കാണിച്ച അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എന്താണെന്നറിയാമോ? നേരത്തെ 2 ദിവസം മുമ്പ് വേറൊരു എൻ്റെ ഒരു സ്നേഹിതൻ തന്നെ, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സ്നേഹിതൻ തന്നെ പറഞ്ഞത് R. ശങ്കർ മന്ത്രിസഭയുടെ കാലത്താണ് പെൻഷൻ തുടങ്ങിയത്. അടിച്ചിറക്കി അതിൽ ശങ്കർ മുതൽ തുടങ്ങി ഇങ്ങോട്ടുണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും ഇക്കാര്യത്തിൽ ഇടപെട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിലേക്ക് വരാം.